ഉന്നയിക്കുന്നത്? ശ്രീ ഹർഷൻ, ഈ ബാർക്കോഡ് കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കം മുതലേ തന്നെ കോടതിയിൽ ഈ കേസുമായി ഹാജരാകാൻ ചുമതലപ്പെട്ട ഒരു അഭിഭാഷകനായിരുന്നു ഞാൻ. ആ നിലയ്ക്ക് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാകുന്ന ഘട്ടത്തിലെല്ലാം ഞാൻ എൻ്റെ കക്ഷിക്ക് വേണ്ടി ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപവും ഇതിലെ ഈ കുറ്റകൃത്യം അനാവരണം ചെയ്യുവാനും അന്നത്തെ ഇതിലെ ആരോപണവിധനായിട്ടുള്ള ശ്രീ KM മാണിക്കെതിരായിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ, ആ സൂചനകൾ തെളിവെന്ന നിലയിൽ പല സാക്ഷികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും പല രേഖകളിലൂടെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൈവശം വന്നു ചേർന്നിട്ടുണ്ടാവും. അതെല്ലാം യഥാവിധി പരിശോധിക്കുന്ന കാര്യത്തിലും വിലയിരുത്തുന്ന കാര്യത്തിലും സാഹചര്യങ്ങളാണെന്ന് അത് എഴുതി തയ്യാറാക്കിയ ഒരു പെറ്റീഷന്റെ രൂപത്തിൽ കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അന്നത്തെ വിജിലൻസ് ജഡ്ജിയായിരുന്ന ശ്രീ ഇല്ലിക്കാടൻ പിന്നീട് ഈ ശ്രീ KM മാണിക്കെതിരെ ഏറ്റവും ചുരുങ്ങിയത് 2 സാഹചര്യങ്ങളിലെങ്കിലും ഈ തെളിവുകൾ ഉണ്ട് എന്ന നിലയ്ക്ക് ഒരു നിരീക്ഷണം നടത്തുകയും ഒരു തുടരന്വേഷണത്തിന് സാധ്യതയുണ്ട് അതിന് ഉത്തരവിടുകയും ചെയ്തത്. അന്ന് തന്നെ അഭിഭാഷകരായിട്ടുള്ള ഞങ്ങളടക്കമുള്ള ആളുകളും ഇതിൽ ഹാജരായിട്ടുള്ള മറ്റ് ശ്രീ സുനിൽകുമാറിന്റെയും മറ്റും പ്രതിനിധികളായിട്ടുള്ള അഭിഭാഷകരും കോടതിയെ ബോധിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ അന്വേഷണ ഘട്ടത്തിൽ മേലുദ്യോഗസ്ഥരായിട്ടുള്ള അന്വേഷണ ചുമതല വഹിക്കുന്ന ആളുകൾ, അന്നത്തെ DGP ചുമതലയിലുള്ള ആളുകൾ, അവർ ഈ കേസിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടാകും. ആ ഇടപെടൽ മൂലം കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് സത്യസന്ധമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് വൈഷമ്യങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോ ശ്രീ സുകേശൻ ഈ കാര്യത്തിൽ വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ട് ശേഖരിച്ചിട്ടുണ്ടെങ്കിലും കോടതിയിൽ മറിച്ചൊരു റിപ്പോർട്ട് കൊടുക്കാൻ നിർബന്ധിതമായിട്ടുള്ളത് എന്ന്. അതിൽ പ്രധാനപ്പെട്ട ഒരു രേഖ എന്ന നിലയിൽ ഞങ്ങൾ പറഞ്ഞത് ശ്രീ ബിജു രമേശിന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ട ആ ഓഡിയോ ആണ്. ആ ഓഡിയോ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടുള്ളതാണ്. ആ സമർപ്പിക്കപ്പെട്ടതിൽ ഈ ആദ്യഘട്ടത്തിലുള്ള അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്ന ഘട്ടത്തിലൊന്നും തന്നെ ഈ ഓഡിയോ രേഖ പരിശോധിച്ചിട്ടേയില്ല. പിന്നീടാണ് ആ പരിശോധന വരുന്നത്. ആ പരിശോധനയിൽ അതിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സാങ്കേതികത്വത്തിലേക്ക് പോയി എന്നതല്ലാതെ അതിന്റെ ഉള്ളിലുള്ള കഴമ്പിലേക്കോ മെറിറ്റിലേക്കോ കടക്കുവാൻ വിജിലൻസ് സംഘം തയ്യാറായില്ല. അത് തയ്യാറാകാതിരുന്നത് അതിനകത്തുള്ള കാമ്പുള്ള ഭാഗങ്ങൾ അന്നത്തെ കുറ്റാരോപിതനായിട്ടുള്ള ശ്രീ KM മാണിക്കെതിരെയുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകുന്ന തെളിവുകളായിരുന്നു. അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്ന ഭാഗവും ഞങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചു. നിർഭാഗ്യവശാൽ ഈ കാര്യങ്ങളിലെല്ലാം അന്വേഷണ സംഘവും അതിന്റെ മേലുദ്യോഗസ്ഥന്മാരും അതിനെ നിയന്ത്രിക്കുന്ന ആളുകളും എടുത്ത ഒരു നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടിന്റെ ഭാഗമായി കോടതിയിൽ ഇതിന് അനുകൂലമായിട്ട് റിപ്പോർട്ടുകൾ വന്നില്ല. അന്നും ഞങ്ങൾ ഈ കാര്യങ്ങൾ തന്നെ തുടർന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും പിന്നീട് ഈ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്. ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യങ്ങളിലുള്ള ചില ധാരണാപരമായിട്ടുള്ള പിശകുകൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ഇത് ഈ ചർച്ച തെറ്റിദ്ധരിപ്പിക്കപ്പെടാനായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ CDR എന്ന് പറയുന്നത് വളരെ പ്രിവിലേജ്ഡ് ഡോക്യുമെന്റ് ആണെന്ന്. ഇനി ഒരുപക്ഷെ ശ്രീ ആന്റണി രാജ് സാർ ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിയമത്തിൽ ഒരിടത്തും ഇത് പ്രിവിലേജ്ഡ് ഡോക്യുമെന്റ് ആണെന്ന് പറയുന്നില്ല. മാത്രവുമല്ല, ഈ ഡോക്യുമെന്റിന്റെ സാങ്ക്ടിറ്റി, പരിശുദ്ധി അതെല്ലാം തെളിയിക്കപ്പെടേണ്ടത് വിചാരണവേളയിലാണ്. വിചാരണവേളയിലാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ച അൻവർ വേഴ്സസ് ബഷീർ എന്ന ഒരു തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ ശ്രീ കുര്യൻ ജോസഫ് കൂടി പങ്കാളിത്തത്തോടുകൂടി എഴുതിയ വിധിന്യായത്തിന്റെ പ്രസക്തി കൈവരുന്നത്. അത് തെളിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഈ തെളിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അൻവർ കേസിന്റെ വിധി ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ ഒരിടത്തും തന്നെ പരാമർശിക്കേണ്ടതായിട്ടില്ല. എന്നാൽ അന്വേഷണ സംഘത്തിന് ഈ തെളിവുകളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോ ഇപ്പോ മാത്രവുമല്ല ശ്രീ ഹർഷൻ, നമ്മളിതിൽ വിലയിരുത്തേണ്ടതാണ്, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വന്തമായിട്ടൊരു തീരുമാനപ്രകാരം അട്ടിമറിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം ഉള്ള ഒരു ബോധ നിലവാരത്തിലല്ല കേരളത്തിലെ ജനങ്ങൾ. നാം ഇതിനെ മനസ്സിലാക്കേണ്ടത്, ഞാൻ അടക്കമുള്ള അഭിഭാഷകരടക്കമുള്ള കേരളീയ സമൂഹം ഇതിനെ വിലയിരുത്തുന്നതും ഒരു ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി ഒരു അന്വേഷണ സംഘത്തെ തന്നെ നിയന്ത്രിക്കുകയും ആ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് ഉദ്യോഗസ്ഥരെ കൊണ്ട് ചില കാര്യങ്ങൾ മാറ്റുക, ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി യോജിപ്പിക്കുക, ഇപ്രകാരം ചെയ്യിക്കുകയാണ് ചെയ്തത്. ഇവിടെ വളരെ പ്രസക്തമായൊരു ചോദ്യം അപ്പോൾ ഉയരുന്നുണ്ട്.
അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതും IPS നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥൻ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമുണ്ടോ? വളരെയധികം ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു കാര്യത്തെ കൂടി പരാമർശിക്കാൻ എനിക്ക് അനുവാദം വേണം. അതായത് ശ്രീ സാജു ഡൊമിനിക് പൊൻകുന്നത്ത് തന്നെയായിരുന്നു, അദ്ദേഹം വിട്ടുപോയിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? ഒരു മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള നടത്തിയ അന്വേഷണത്തിലാണ്. ഈ മൊബൈല് അദ്ദേഹം അന്ന് ഉപയോഗിച്ചില്ല എന്നിരിക്കട്ടെ, പാലായ്ക്ക് പോകുമ്പോൾ മൊബൈൽ കൊണ്ടുപോയില്ല എന്നിരിക്കട്ടെ, ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചോ? ഇല്ല. ഇവിടെയാണ് ഈ അന്വേഷണത്തിൽ നിരവധിയായിട്ടുള്ള പഴുതുകളുണ്ട് എന്ന് അഭിഭാഷകരടക്കമുള്ള ആളുകൾ കോടതിയിൽ ബോധിപ്പിച്ചത്. പുറമെ അഭിഭാഷകർ ബോധിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രചാരണ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അവതരിപ്പിക്കുകയും ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വീഴ്ച എന്ന നിലയ്ക്ക് പരിശോധിക്കപ്പെടുകയും അതിന്റെ തെരഞ്ഞെടുപ്പിൽ ആ ഗവൺമെന്റ് തന്നെ മാറ്റപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ ഒരു അംഗീകാരം ജനങ്ങൾ കൊടുക്കാൻ ഇടവന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിച്ചത് മുൻ ഗവൺമെന്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ പാപഭാരമോ ഇപ്പോൾ അത് മറ്റാരെങ്കിലും ഏറ്റെടുക്കണമെന്നെല്ലാം പറയുന്നതിന്റെ പിന്നിൽ അദ്ദേഹം വളരെ വിശദമായി തന്നെ ആ കാര്യങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി, താങ്കൾ ആദ്യം തന്നെ പറയും എന്ന് കരുതുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹം അഭിഭാഷകൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന അഭിഭാഷകനാണ്. കൃത്യമായി അദ്ദേഹത്തിന് ധാരണയുമുണ്ട്. ഇത് അട്ടിമറിച്ചതാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ കോടതിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതേ തോന്നൽ തന്നെയാണ് പൊതുസമൂഹത്തിനും ഉണ്ടായിരുന്നത്. അല്ല, ഒരു അഴിമതി ആരോപണം ഉയർന്നു വരുമ്പോൾ പൊതുസമൂഹം എപ്പോഴും അഴിമതിക്കെതിരാണെന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയം, ആർക്കാ തർക്കം, അതിലൊന്നും എനിക്ക് യാതൊരു അഭിപ്രായത്വമില്ല. പക്ഷേ ഇവിടെ വളരെ വാചാലമായി സംസാരിച്ച ശ്രീ ഉദയഭാനു, അദ്ദേഹം ഈ പറയപ്പെടുന്ന ആരോപണം ഉന്നയിച്ച ബിജു രമേശിന്റെ വക്കീലാണ്. നമുക്കറിയാം. ഇവിടെ ഒരു വിചാരണ കോടതി സൗമ്യ വധക്കേസിൽ ഒരാൾക്ക് വധശിക്ഷ വിധിച്ചു. ആ വിചാരണ കോടതിയുടെ വിധി അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ വിധി വന്നു. എന്നിട്ട് അത് കൊലപാതകം നടന്നിട്ടില്ലെന്ന് സുപ്രീം കോടതിയിൽ കക്ഷിക്ക് വേണ്ടി ഹാജരായ ആളൂർ വാദിച്ച് സ്ഥാപിച്ചു. അതിനെതിരെ ഇന്ന് കേരളത്തിലെ പൊതുജന സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വക്കീലന്മാർ എപ്പോഴും അവരുടെ കക്ഷികളെ രക്ഷപ്പെടുത്താനും, കാര്യം അവർക്ക് വക്കീലിന് ഫീസ് കിട്ടുന്ന കാര്യമാണ്. അപ്പൊ സ്വാഭാവികം അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഈ കേസിൽ ബിജു രമേശിന് വേണ്ടി ഹാജരായ ഒരു വക്കീലല്ല ഈ കേസ് ചർച്ച ചെയ്യാൻ. ഞാൻ പറഞ്ഞത് ഇവിടെ CP ഉദയഭാനുവിന് ഈ ഗവൺമെന്റിനെ കഴിഞ്ഞ കുറെ നാളായി താറടിക്കാൻ അദ്ദേഹം ഈ ചാനൽ ചർച്ചയിലൂടെ നിരന്തരമായി ശ്രമിക്കുന്ന ഒരാളാണ്. നേരെ പറഞ്ഞോട്ടെ, ഈ കേസിൽ നിഷ്പക്ഷമായി നീതിപൂർവമായി നിയമം ചർച്ച ചെയ്യാൻ ഒരു നിഷ്പക്ഷമതിയായ വക്കീലുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു വക്കീലിനെ നേരെ മറിച്ച് ഒരു ബാർ മുതലാളിയുടെ വക്കീലായി അദ്ദേഹത്തിന്റെ ഭീമമായ തുക ഫീസ് പറ്റി അദ്ദേഹത്തിന്റെ വക്കാലത്ത് ഒരാളെങ്ങനെ ഞങ്ങളുടെ ഗവൺമെന്റ് അട്ടിമറിക്കാൻ പറയാതിരിക്കും. ഒരു സെക്കൻഡ് കൂടി, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചിട്ട് ഒരു പൊതുപ്രവർത്തകനെതിരെ ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനം വേണം, തെളിവ് വേണം. ആ തെളിവ് 24 മണിക്കൂറും ഹാജരാക്കാന്ന് പറഞ്ഞ ആൾ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി, അതായത് ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പറയുന്നതിന് വിപരീതമായി പ്രവർത്തിച്ച ഒരാൾക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്ത ഒരു വക്കീലാണ് ഇപ്പോഴും ഈ ഗവൺമെന്റ്. ചരിത്രം പൂർണ്ണമായി വളരെ ഇതായിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞു. എന്താ ആന്റണി രാജു പറഞ്ഞത്? രാജ്മോഹൻ ഉണ്ണിത്താനോ ഞാനോ ഈ കേസ് ഡയറി കണ്ടിട്ടില്ല. കേസ് ഡയറി കാണാത്തിടത്തോളം കാലം കേസ് ഡയറിയിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? കണ്ട ജഡ്ജി ചൂണ്ടിക്കാട്ടിയ 3 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്താനാണ് ഞാൻ പറയാം. 2015 ഡിസംബർ 23-നും 26-നും 2 കത്തുകൾ അദ്ദേഹം അയച്ചിട്ടുണ്ട് സുകേശന്. 2016 ജനുവരി 11-ന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്തിലാണ് വളരെ കൃത്യമായി മാണിക്കെതിരായ കണ്ടെത്തലുകൾ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വിജിലൻസ് ഡയറക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുന്നത്. അതിനെ ഉൾക്കൊള്ളാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിനെ തുടർച്ചയായി ഞാൻ പറയട്ടെ, 2016 ജനുവരി 13-ന്, അതായത് 11-ന് വിജിലൻസ് ഡയറക്ടർ കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്
സുകേശന്റെ റിപ്പോർട്ട് പോയിരിക്കുന്നത് അത് 13-ാം 13-ാം തീയതി 13-1-ന്. 13-1-ന് അതായത് വളരെ കൃത്യമായി ജഡ്ജിക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരൊറ്റ കാര്യം ഈ 4000 പേജുള്ളതിൽ അദ്ദേഹം വോളിയം 8-9 അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയ കരുതാം എന്ന് തന്നെയാണ്. അതിന്മേൽ അന്വേഷണം നടത്തുമ്പോൾ ജഡ്ജിക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ ഈ ന്യായവാദങ്ങൾക്കാണ് കൂടുതൽ പ്രസക്തി. ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഈ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി രേഖാമൂലമാണ് ഈ 3 കത്തും കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഫോണിൽ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. രേഖാമൂലം ആവശ്യപ്പെട്ട കത്തുകൾ അവിടെയുണ്ട്. ആ കത്തുകൾക്ക് അദ്ദേഹം കൊടുത്ത മറുപടി അവിടെയുണ്ട്. ഇതെല്ലാം പരിശോധിക്കാനാണെന്ന് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ, കേരളത്തിലെ വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ അഴിമതിരഹിതനായ ഒരു വ്യക്തിയാണ്. അതിലാർക്കും തർക്കമില്ലല്ലോ. അപ്പോൾ ഈ കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമാണ് ഇനി ആരാണ് ഈ കേസ് അന്വേഷിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിജിലൻസ് ഡയറക്ടറിൽ പരിപൂർണമായ വിശ്വാസമുണ്ട്. അപ്പോൾ പുതിയൊരു അന്വേഷണ ടീം വരാൻ പോകുന്നു. അഴിമതി എന്ന വാക്ക് കേട്ടാൽ അലർജി ആയിട്ടുള്ള ഒരു വിജിലൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു പുതിയ അന്വേഷണ സംഘം വരാൻ പോകുന്നു. ആ അന്വേഷണ സംഘം അന്വേഷിച്ച് ഈ സുകേഷിന്റെ പങ്കിനെക്കുറിച്ചും ശങ്കർ റെഡ്ഡിയുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം നടത്തി പുറത്തു വരുന്നവരെ ഒരു കാരണവശാലും അന്വേഷണം നടത്തി സത്യം കണ്ടെത്തട്ടെ. പക്ഷേ ഓരോ ഘട്ടത്തിലും ഞാനൊരു കാര്യം പറയട്ടെ, ഈ 6 പേജ് സുകേശന്റെ ആദ്യ റിപ്പോർട്ട് മുതൽ തുടർന്ന് ഇങ്ങോട്ട് ഓരോ ഘട്ട